അപ്പൊ നമ്മളെ ഒരു പിടി ഓർമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വരാത്താണ് ടെൻഷൻ, അതാണ് പ്രശ്നം. കോളേജ് കിടു സൂപ്പർ. പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സൂപ്പറാ. ഇവിടെ വിളിച്ചല്ല പറയും. ആരെ കോളേജ് വെച്ചു ആസ്വദിക്കണേ? അജ്മലല്ലേ? ഫ്രീസ് പെട്ടി എന്ന് പറഞ്ഞവൻ നമ്മളിപ്പോൾ കാണാൻ പോവാ. ഗൈസ്, കോളേജിലെ റിസർവ് ബാങ്ക്, കോളേജിലെ MMO കോളേജിലെ റിസർവ് ബാങ്ക് ആണ് ചുട്ടുമോൻ. പറഞ്ഞോളി. കോളേജിലെ എഡിറ്റർ നമുക്ക് കാണാം. ഇതാ നമ്മൾ കാണുന്നു. കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ തിരക്കേറിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നാളെ കാണാം. ലൈൻ കട്ട്. കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിലെ ഡാഡി എന്ന് അറിയപ്പെടുന്നത് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വളരെ അധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ആരും പോരാ, വ്യക്തികൾ ആരും പോരാ. ഞാനടക്കം വ്യക്തികൾ പോരാ. കാലം മാറട്ടെ, നല്ലത് വരട്ടെ. അതെ. കോളേജിലെ അവസ്ഥയെ പറ്റി നമുക്ക് കോളേജ് വളരെ മനോഹരമാണ്. കുറച്ചൊക്കെ വേണം. കോളേജ് കറപ്റ്റഡാണ്, സിസ്റ്റം കറപ്റ്റഡാണ്. ഞാനിതുവരെ പ്രേമിച്ചിട്ടൊന്നുമില്ല. ഗൈസ്, നമ്മളെ മുന്നിൽ ഇപ്പൊ ചുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഫ്രം പിലാശ്ശേരിയാണ്. ഗൈസ്, കോളേജിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാ? ലൈൻ കട്ട്. കോളേജിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു. കോളേജിന്റെ അവസ്ഥ പോയി നമുക്കറിയാം. കോളേജ് എന്താ ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു കോളേജ് ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലില്ല. ഓക്കെ, മനസ്സിലായോ? താങ്കൾക്ക് എന്താ ഇവിടെ മിസ് ചെയ്യുന്നത്? എന്താ ഇവിടെ മിസ് ചെയ്യുന്നത് വെച്ചാൽ ചിലവരൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തു പറയാൻ പറ്റൂല. ഓക്കെ, ബഹുമാനപ്പെട്ടവരെ കുടു അവറുകൾ നമ്മളെ കൂടെ ചേരുന്നുണ്ട്. കുടു അവർക്ക് എന്താ പറയാനുള്ളത്? എന്താ പ്രശ്നമുള്ളത്, എന്താ സന്തോഷമുള്ള പറഞ്ഞു കൊടുക്കാണ്. ചെറിയൊരു പ്രൊമോഷൻ. ഒരുപാട് ഓഫേഴ്സും നമ്മൾ അറിയണമല്ലോ. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ മിനിമം റേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഹാമ്പർ ഉണ്ട്, പിന്നെ ഷർട്ട് വർക്ക് ഉണ്ട്, ഷർട്ടിന്റെ എംബ്രോയിഡറിന്റെ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ സെറ്റാണ്. എല്ലാവരും അടിപൊളിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വർക്ക് എടുത്തതുമാണ് കേട്ടോ. കഴിഞ്ഞോ? സിംഗിൾ ആണ്. മിങ്കിളാവാൻ താല്പര്യമുള്ള ഒരു കമന്റ്. പ്രിയപ്പെട്ടവരെ, മമ്മൂട്ടിയെ പറ്റി ഷംനാസിന് എന്തോ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കണ്ടേ? അവന് കേൾക്കണം. എനിക്ക് പറയാൻ എന്താ വെച്ചാല് അത്ര അടിപൊളി ക്യാമ്പസ് ആണ്. പക്ഷെ നമ്മൾ അത്ര യൂസ് ചെയ്താലേ ഈ ക്യാമ്പസ് അടിപൊളിയാവും. മാമൂക്കിലെ അടിയന്തരാവസ്ഥ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. താങ്കൾക്ക് ലൈഫുണ്ടോ? കോളേജ് ലൈഫുണ്ടോ? പറഞ്ഞോളൂ. അവസ്ഥയെ പറ്റി അവർ പറയും. എന്താണ് ഇവിടെ പ്രശ്നങ്ങളിൽ? ഇപ്പൊ നമ്മളെ പ്രശ്നമല്ലല്ലോ, അവർക്കും ജീവിക്കണ്ടേ ഭൂമിയിൽ. നായ്ക്കളിലെ ജീവിക്കണ്ടേ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ സുഹൃത്തുക്കളുടെയും എന്റെ മറ്റു സുഹൃത്തുക്കളുടെയും ഒരു
ഇലക്ഷൻ സിസ്റ്റം ഇവിടെ ചായ ചായ മുത്തബക്കാണ് പോലെ ഫേവറേറ്റ് മൂടാണോ? കേട്ടല്ലേ അപ്പൊ പീപ്പിടാ. കോളേജിനെ പറ്റി താങ്കൾക്ക് എന്ത് പറയാം? ഞാൻ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഇപ്പം എന്താ ചെയ്യാന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ കൊല്ലം കൊണ്ട് എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞു. ഇനി ഞാൻ രാവിലെ എണീച്ച് പോവാ. തിരക്ക് കൂടി വരുന്നുണ്ട്, നമുക്ക് അവളോട് ചോദിക്കാം. അതെ, കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിനെ പറ്റി വളരെ നല്ല അഭിപ്രായം ഞാനുള്ളത് കൊണ്ട്. ഓക്കെ, ഒരു പാട്ട് പാടാൻ. ഓക്കെ, ഏത് പാട്ടാണ് പാടേണ്ടത്? ഏത് പാടാം? കോളേജിന് വേണ്ടി അവൾ ഒരു പാട്ട് സജസ്റ്റ് ചെയ്യുന്നു. അതെ. जान कैसे बांधे तूने अखियों के डोर, मन मेरे की चाह चला आया तेरी ओर, मेरे चेहरे की जुबां जुल्फों की शाम, मेरे सब कुछ है पिया अब से. അച്ഛന്മാർ ഭയങ്കര ബിസിയാണ്, കുറച്ച് ടൈം കിട്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്കൾ പറഞ്ഞോളൂ കോളേജിന്റെ അവസ്ഥയെ പറ്റി. ക്യാമറയുടെ മുന്നിൽ ഒറ്റും വരാൻ താല്പര്യമില്ലാതെ നിരാമറിയും ഒക്കെ ഉണ്ട് കേട്ടോ മുന്നില്. ഗായ്സ് രണ്ട് പ്രണയ ജോഡികളെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ എന്താ ഇത് ചോദിക്കാം. കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജ് പറഞ്ഞാല് വളരെ മനോഹരമായ കോളേജ്. അന്തരീക്ഷത്തെ കണ്ടില്ലേ? പോലെ കുറവായെങ്കിൽ അവൾക്ക് ഭയങ്കര ടെൻഷൻ. കോളേജ് നല്ല അടിപൊളിയാണ്, വൈബ്സ് ആണ്, നല്ല വൈബ്സ് ഉണ്ട്. ഇവിടെ കളി നടക്കുന്നുണ്ട് അറ്റ് എ ടൈം. ഇലക്ഷൻ കാലഘട്ടത്തിലെ ഒരു ഇതാണ് കടന്നു പോകുന്നത്. നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉള്ള കോളേജിന്റെ ട്രെൻഡിങ് സ്റ്റാർ എന്ന് അവൾ തന്നെ പറയുന്ന പറഞ്ഞോളൂ. കോളേജിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്, സൂപ്പർ. ഈ കോളേജ് ഞാൻ പറയാം, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടാനിയാര. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാ, ഫോളോ ചെയ്യട്ടോ. സപ്പോർട്ട് ചെയ്യാ, ഫോളോ ചെയ്യാ. ടാനിയാര കോളേജിലെ 6 കൊല്ലം പഠിച്ച ഒരേ ഒരു വ്യക്തി. പറഞ്ഞോളൂ, കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോളേജ് അതിമനോഹരമായ കോളേജാണ്. പിന്നീട് കോളേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ കോളേജിലെ ഇന്റർലോക്ക്, അതാണ് ഈ കോളേജ്. ഈ കോളേജിന്റെ വസന്തം പറഞ്ഞാൽ ഓരോ ഇലകളാണ് ഈ കോളേജിന്റെ വസന്തങ്ങൾ. പിന്നീട് പറയുകയാണെങ്കിൽ ലൈഫുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. സുഹൃത്തുക്കളെ.